ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മെക് സ്റ്റുഡിയോ. IPL 2025 RCB നിലനിർത്താൻ പോകുന്ന താരങ്ങൾ ആരൊക്കെ? RCBയിൽ നിന്ന് പടിയിറങ്ങിപ്പോകുന്ന ചില വമ്പൻ പേരുകൾ ആരൊക്കെ? സോ അങ്ങനെ RCBയുടെ IPL 2025 ഓപ്ഷൻ അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ അവരുടെ റിട്ടൻഷൻ പ്ലെയേഴ്സിൻ്റെ അപ്ഡേറ്റ്സ് വീഡിയോയുമായിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിയിട്ടുള്ളത്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് കൂടുതൽ കായിക വാർത്തകൾക്ക് വേണ്ടി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതെൻ്റെ മറ്റ് വീഡിയോകൾക്കും അല്ലെങ്കിൽ ഇതുപോലുള്ള മറ്റ് ഫ്രാഞ്ചൈസികളുടെ വീഡിയോസ് ചെയ്യുന്നതിനും കൂടുതൽ ഗുണകരമായിരിക്കും. അപ്പോൾ IPL 2025 സംബന്ധിച്ച് നമുക്കറിയാം, ഒരു ഒഫീഷ്യൽ റിട്ടൻഷൻ അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടില്ല. 5 to 6 പ്ലെയേഴ്സ് തന്നെയായിരിക്കും മോസ്റ്റ് പ്രോബബ്ലി നടത്താൻ പോകുന്നത്. സോ അങ്ങനെയാണെങ്കിൽ RCB നിലനിർത്താൻ പോകുന്ന താരങ്ങൾ ആരൊക്കെയായിരിക്കും? ആദ്യം തന്നെ നമുക്ക് ജസ്റ്റ് ഒരു കാര്യം നോക്കാം. കാരണം RCBക്ക് എന്തായാലും അടുത്ത സീസണിൽ ഒരു പുതിയ ക്യാപ്റ്റൻ ആയിരിക്കും. കാരണം അവരുടെ സൗത്ത് ആഫ്രിക്കൻ നായകൻ കൂടിയായിട്ടുള്ള ഫാഫ് ഡു പ്ലസി IPL നിന്നും അദ്ദേഹത്തിന് റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ച് പോവുകയാണ്. സോ വിരാട് കോഹ്ലിയെ തിരികെ ക്യാപ്റ്റൻസി ഏൽപ്പിക്കാൻ RCB മാനേജ്മെൻറ്റിന് താല്പര്യമുണ്ടെങ്കിൽ പോലും കോഹ്ലി അതിന് തയ്യാറായേക്കില്ല. സോ അങ്ങനെയാണെങ്കിൽ അടുത്ത IPL താരലേലത്തിൽ ഒരു മികച്ച ക്യാപ്റ്റനെ കൊണ്ടുവരേണ്ടതും അല്ലെങ്കിൽ കണ്ടെത്തേണ്ടതും RCBയുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു ദൗത്യം തന്നെയാണ്. സോ ഇനി RCB നിലനിർത്താൻ അടുത്ത താരലേലത്തിൽ ഒരു 99%, 100% നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. കാരണം ഏതിനും ചില മാറ്റങ്ങൾ വന്നേക്കാം. പക്ഷേ ഒരു 99% RCB നിലനിർത്താൻ പോകുന്ന താരങ്ങൾ ആരൊക്കെയാണ് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം. ഒന്ന്, വിരാട് കോഹ്ലി തന്നെ. നിസ്സംശയം പറയാം, അവരുടെ സ്റ്റാർ ബാറ്റർ വിരാട് കോഹ്ലിയെ RCB കൈവിടില്ല. പിന്നീടുള്ളത് വിൽ ജാക്സ് ആണ്. നമുക്കറിയാം RCBയുടെ റിട്ടൻഷൻ ലിസ്റ്റിൽ വിദേശ താരമായി വരാൻ പോകുന്നത് വിൽ ജാക്സ് ആയിരിക്കും. കഴിഞ്ഞ സീസണിലടക്കം ഇംഗ്ലീഷ് ഓൾറൗണ്ടർ മികച്ച പ്രകടനമായിരുന്നു RCBയുടെ നിരയിൽ കാഴ്ചവെച്ചത്. കഴിഞ്ഞ സീസണിൽ നമുക്കറിയാം അതിവേഗ സെഞ്ചുറി അടക്കം അദ്ദേഹം നേടിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ IPL 2024 നമുക്കറിയാം അവസാന ലാപ്പിൽ തുടർച്ചയായ മത്സരങ്ങൾ ജയിച്ച ഒരു ഡ്രീം റണ്ണൊക്കെ നടത്തി RCB നോക്കൗട്ട് സ്റ്റേജിൽ എത്തിയപ്പോഴും വിൽ ജാക്സിൻ്റെ പ്രകടനം നമ്മൾ ബാറ്റ് കൊണ്ടും ബൗൾ കൊണ്ടും നിർണായകമായത് നമ്മൾ കഴിഞ്ഞ സീസണിൽ കണ്ടിട്ടുണ്ടായിരുന്നു. സോ വിൽ ജാക്സിനെ RCB അവരുടെ ഫോറിൻ റിട്ടൻഷനായിട്ട് കൂടാരത്തിൽ നിലനിർത്തും. പിന്നീടുള്ളത് രജത് പാടിദാറാണ്. അവരുടെ യുവ താരം. നമുക്കറിയാം IPL അടക്കം RCBക്ക് വേണ്ടി മികച്ച പ്രകടനമാണ് അരങ്ങേറിയപ്പോൾ തന്നെ താരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര മത്സരങ്ങളിലും മികച്ച പ്രകടനമാണ് പടിദാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ടീമിന് വേണ്ടിയും അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചിട്ടുണ്ട്. സോ കോഹ്ലി, വിൽ ജാക്സ്, രജത് പാടിദാറും RCB നിരയിൽ ഉണ്ടായിരിക്കും. മറ്റൊരു താരമാണ് മുഹമ്മദ് സിറാജ്. അവരുടെ ലീഡിംഗ് ഫാസ്റ്റ് ബൗളറും ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പേസ് ബൗളർ കൂടിയായിട്ടുള്ള മുഹമ്മദ് സിറാജിനെയും RCB നിലനിർത്തും. ഇനിയുള്ളത് ഒരു അൺക്യാപ്ഡ് പ്ലെയറാണ്. സോ അൺക്യാപ്ഡ് പ്ലെയറായിട്ട് RCB നിലനിർത്താൻ പോകുന്നത് യഷ് ദയാലിനെയാണെന്നാണ് നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. സോ അൺക്യാപ്ഡ് പ്ലെയറായിട്ട് RCB നിരയിൽ യഷ് ദയാലിനെ നമുക്ക് അടുത്ത സീസണിൽ കാണാൻ സാധിച്ചിരിക്കും. കഴിഞ്ഞ സീസണിലായിരുന്നു ദയാൽ ഗുജറാത്തിൽ നിന്നും താരലേലം വഴി RCBയിലേക്ക് എത്തിയത്. RCBക്ക് വേണ്ടി ഭേദപ്പെട്ട പ്രകടനം തന്നെയായിരുന്നു അദ്ദേഹം തൻ്റെ കരിയർ ബെസ്റ്റ് IPL തൻ്റെ കരിയർ ബെസ്റ്റ് പ്രകടനം തന്നെയായിരുന്നു കഴിഞ്ഞ സീസണിൽ RCBക്ക് വേണ്ടി ദയാൽ കാഴ്ചവെച്ചത്. സോ RCB നിലനിർത്താൻ പോകുന്ന താരങ്ങൾ ഇവരാണ്: വിരാട് കോഹ്ലി, വിൽ ജാക്സ്, രജത് പാടിദാർ, മുഹമ്മദ് സിറാജ്, യഷ് ദയാൽ. 5 പ്ലെയേഴ്സിനായിരിക്കും RCB നിലനിർത്താൻ പോകുന്നത്. ഇനിയുള്ളത് കാമറൂൺ ഗ്രീൻ്റെ കാര്യത്തിലാണ്. നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ RCBക്ക് വേണ്ടി അത്ര മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും ഗ്രീനെ RCB കൈവിടുമെന്ന കാര്യം തന്നെയാണ് എല്ലാവരിലും സംശയം ഉളവാക്കുന്നത്. സോ നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം RCB കാമറൂൺ ഗ്രീനെ ലേലത്തിൽ നിർത്തുമെങ്കിൽ പോലും RTM റൂൾ ഉപയോഗിച്ച് ഗ്രീനെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ RCB നടത്തുന്നതായിരിക്കും. സോ നിലവിൽ കിട്ടുന്ന അപ്ഡേറ്റ് പ്രകാരം RCB ഗ്രീനെ നിലനിർത്തില്ല. പകരം RTM റൂൾ ഉപയോഗിച്ച് ഒരു പക്ഷേ അദ്ദേഹത്തിനെ ലേലത്തിൽ തിരികെ RCB കൂടാരത്തിലേക്ക് കൊണ്ടുവന്നേക്കും. ഇനി RCB റിലീസ് ചെയ്യുന്ന ചില ബിഗ് ഫിഷസിന് അല്ലെങ്കിൽ വമ്പൻ താരങ്ങളെ നമുക്കിത് പരിചയപ്പെടാം. ഒന്ന്, ഗ്ലെൻ മാക്സ്വെൽ. ഓസ്ട്രേലിയൻ താരം കഴിഞ്ഞ സീസണിൽ വളരെയധികം മോശം പ്രകടനമായിരുന്നു RCBക്ക് വേണ്ടി കാഴ്ചവെച്ചത്. ബൗളിങ്ങിൽ കുറച്ച് വിക്കറ്റുകൾ നേടിയെന്നതല്ലാതെ കാര്യമായിട്ടുള്ള പ്രകടനം RCBക്ക് വേണ്ടി മാക്സ്വെൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു വമ്പനടിയൊന്നും കഴിഞ്ഞ സീസണിൽ കണ്ടില്ല. സോ മാക്സ്വെൽ RCB റിലീസ് ചെയ്യും. പിന്നീടുള്ള നമ്മുടെ ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള ഫാഫ് ഡു പ്ലസി. കാരണം ഡു പ്ലസി IPL മതിയാക്കി പോവുകയാണ്. സോ അതിനടുത്ത് തന്നെ ഡു പ്ലസിയും റിലീസാവും. പിന്നീടുള്ളത് കഴിഞ്ഞ സീസണിൽ കൂടാരത്തിലേക്ക് എത്തിച്ച ടോം കറാൻ, അൽസാരി ജോസഫ്, ലോക്കി ഫെർഗൂസൺ തുടങ്ങിയ 3 ഫാസ്റ്റ് ബൗളേഴ്സാണ്. ഇവർ 3 പേരും കഴിഞ്ഞ സീസണിൽ RCBക്ക് വേണ്ടി അത്ര മികച്ച പ്രകടനം പുറത്തെടുത്തില്ല. സോ ഈ 3 താരങ്ങളെയും ഇവർക്ക് പുറമെ മാക്സ്വെൽ, ഡുപ്ലസിയും അവർ മെയിനായിട്ടും റിലീസ് ചെയ്യാൻ പോകുന്ന പ്ലെയേഴ്സാണ്. നമുക്കറിയാം പിന്നെ ദിനേശ് കാർത്തിക് കഴിഞ്ഞ IPL സീസണിന് ശേഷം അദ്ദേഹം തൻ്റെ റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സോ DKയ്ക്കും ഒരു ഒത്ത പകരക്കാരനെ RCBക്ക് ലേലത്തിലൂടെ കണ്ടെത്തേണ്ടതുണ്ട്. സോ നിലവിൽ RCB
നിലനിർത്താൻ പോകുന്ന താരങ്ങൾ കോഹ്ലി, വിൽ ജാക്സ്, മുഹമ്മദ് സിറാജ്, യഷ് ദയാൽ, രജത് പടിദാർ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.